ഞാൻ സുരേഷ് ബാബു, കരുളായി ഇന്ത്യൻ നാഷണൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി കരുളായി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ ആയി പ്രവർത്തിച്ചിട്ടുണ്ട്, വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അധികം ബന്ധമുള്ള പരിചയമുള്ള കുടുംബമാണ് കൊളപ്പറ്റ അമീർ അലിയുടെ കുടുംബം. അവരുടെ ഭാര്യ സുലൈഖ എൻ്റെ സുഹൃത്തുക്കളായ നാസറിൻ്റെയും ബഷീറിൻ്റെയും ഒക്കെ സഹോദരിയാണ്. അത്രയും അടുത്ത ബന്ധമുള്ള ആ കുടുംബത്തെ പറ്റി, അവരുടെ മകൻ ഫിറോസ് അലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളുടെയൊക്കെ വിശദാംശം സമൂഹത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രസ്താവന തന്നെ നടത്തുന്നത്. ഞാൻ ആ കുടുംബത്തിൽ ഈ 2013 ഫിറോസ് അലിക്ക് ഈ രോഗം ബാധിക്കുന്നത്. എന്നാൽ അധികം ആളുകൾക്കൊന്നും, ഏറ്റവും അടുത്ത ആളുകൾക്കല്ലാതെ എല്ലാവർക്കും ഒന്നും ഈ ലിവർ സിറോസിസ് രോഗം ബാധിച്ച ഫിറോസ് അലിക്ക് ഈ അസുഖമാണെന്നുള്ളത് അറിയില്ലായിരുന്നു. അവനും തന്നെ സമൂഹത്തിൽ നിന്ന് അത് മറച്ചു വെക്കാൻ, ആ കൂട്ടുകാരിൽ നിന്ന് പോലും ആ രോഗം മറച്ചു വെക്കുന്ന ഒരു സ്വഭാവം അവനുണ്ടായിരുന്നു. പക്ഷെ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ മിംസ് ഹോസ്പിറ്റൽ, കോഴിക്കോട് മിംസ് ഹോസ്പിറ്റല്, പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിലെ ട്രീറ്റ്മെന്റ്, അതുപോലെ ഡോക്ടർ പ്രകാശൻ ഹോമിയോയുടെ ട്രീറ്റ്മെന്റ്, ഡോക്ടർ കേദാർനാഥിന്റെ ഹോമിയോ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ കോഴിക്കോടിലെ മൈത്ര ആശുപത്രിയിലെ ട്രീറ്റ്മെന്റ്, നാഷണൽ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ്, അതായത് ശാസ്ത്രീയമായ അലോപ്പതി ചികിത്സ, അതിൻ്റെ എല്ലാ രേഖകളും ഞാൻ പരിശോധിച്ചിട്ടാണ് പറയുന്നത്. അവിടെ എല്ലാം ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തി കൊണ്ടുവരികയും പിന്നെ എറണാകുളത്ത് ലിവർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ, അതുപോലെ കൃഷ്ണ ഹോസ്പിറ്റലിൽ, അവസാനം ഫിറോസ് അലി മരണമടയുന്നത് വണ്ടൂര് നിംസ് ആശുപത്രിയിൽ വെച്ചാണ്. അപ്പോൾ ഇത്രയധികം ആ കുടുംബത്തിലെ ഈ അമീറാക്കയും ഭാര്യയും അവന്റെ സഹോദരങ്ങളും എല്ലാം ശാസ്ത്രീയമായ ചികിത്സാ രീതികളും ഒക്കെ നൽകി ആണ് മരുന്ന് എല്ലാം കൊടുത്ത് ഡോക്ടർമാരുടെ ഉപദേശവും എല്ലാം കേട്ടാണ് വന്നുള്ളത്. പക്ഷേ സ്വാഭാവികമായും ഇത് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷനും വരെ സ്കോപ്പില്ലാത്ത ഒരു ഘട്ടത്തിലെത്തുകയും ക്യാൻസർ ബാധ കൂടി ഉണ്ടെന്നുള്ള ഒരു അറിവ് വരികയും ചെയ്ത ആ ഒരു ഘട്ടത്തില് മതപരമായ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ പാരായണത്തിനായിട്ട് പോവുകയും അത് ഒരാശ്വാസം രോഗിക്ക് നൽകും എന്നുള്ള രീതിയിൽ ഒക്കെ, മരുന്നും മന്ത്രവും എന്നാണല്ലോ നാട്ടില് എല്ലാം പറയുന്നത്, അങ്ങനെയുള്ള ഒരു ചികിത്സ നടത്തുകയും ചെയ്തു. പക്ഷെ അത്തരത്തിൽ അവിടെ ഈ ഇതിൽ പ്രചരിക്കുന്നത് പോലുള്ള ഇപ്പോൾ ഈ ഇന്റേണൽ ഓർഗാൻസ് എല്ലാം ഡിസോർഡർ ആയ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, ഇന്റേണൽ ഓർഗാൻസ് എല്ലാം ഡിസോർഡർ ആയിട്ടുള്ള രോഗികള്, ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, എന്റെ അച്ഛൻ അസുഖമായി കിടക്കുന്ന സമയത്ത് കുടുംബക്കാരൊക്കെ വരുമ്പോ പറയും, അതായത് എനിക്ക് ഇവരൊന്നും തന്നിട്ടില്ല, നോക്കുന്നില്ല, അത്തരത്തിലൊക്കെ ഉള്ള വീട്ടുകാരോടൊക്കെ ദേഷ്യം, ഇങ്ങനെ പല തരത്തിൽ, അത് നമുക്ക് രോഗികളൊക്കെ സന്ദർശിക്കുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യം. അപ്പൊ ആ ഒരു അവസ്ഥയില് ഏതോ ഒരു സുഹൃത്ത് അവന്റെ എന്തോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഈ ഫിറോസ് അലിയെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയിച്ച് അത് പ്രചരിപ്പിക്കാനുണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് സത്യമെന്നാണ്. അത് പുറത്തുള്ള സമൂഹം അറിയണം. ഇവിടെ ഒരു കുടുംബത്തെ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു ട്രീറ്റ്മെന്റ് നടത്തിയില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട്, അതായത് ഏറ്റവും അധികം ഫിറോസ് അലിയുടെ ജീവൻ നിലനിൽക്കണമെന്നും അവന് അസുഖം ഭേദപ്പെട്ടു വരണമെന്നും ഈ സമൂഹത്തിൽ ആഗ്രഹിക്കുന്നത് അമീർ അലി, അതുപോലെ സുലൈഖ, അവന്റെ ഉപ്പയും ഉമ്മയും അവന്റെ ഭാര്യയും കുട്ടികളും സഹോദരങ്ങളുമാണ്. അവരതിന് അങ്ങേയറ്റം 100% അത് ആത്മാർത്ഥമായി അവരതിന് പരിശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാ ട്രീറ്റ്മെന്റും നൽകിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മറ്റുള്ള പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അത് ശരിയല്ല. ഇത് കേട്ടവരൊക്കെ, വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ പിറകെ ഓടി പ്രകടനം നടത്തുകയും അതുപോലെ ഉള്ള ആ കുടുംബത്തെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് അത് ശരിയല്ല. അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയണം. അത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ആ വീട്ടില് അമീർ അലി ഒക്കെയുടെ വീട്ടിലൊന്ന് പോയി അവരെ ഉമ്മയൊപ്പയും സഹോദരങ്ങളെയൊക്കെ ഒന്ന് കാണണം. കണ്ടു കഴിയുമ്പോഴേ നിങ്ങൾ എല്ലാവർക്കും ഇതിന്റെ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുകയുള്ളൂ.
ഇനി ആ കുടുംബത്തെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയധികം ആശുപത്രികളിൽ ഇത്രയധികം ശാസ്ത്രീയമായി ചികിത്സ നടത്തിയ അവരെ ഒരു ട്രാപ്പിൽ പെടുത്തിയതാണ് ആ ഒരു വോയിസ് മെസ്സേജ്. അവനിലുള്ള ആ വിശ്വാസത്തെ സംഘടനാപരമായിട്ടുള്ള ഒരു സുഹൃത്തിന്റെ ഒരു ചതിവിൽപ്പെട്ടതാണ്. ആ കഥ കൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ആ കുടുംബത്തെ സന്ദർശിക്കണം, അവരെ ആശ്വസിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ ആയിട്ട് പറയാനുള്ളത്.